ഹലോ എവരി വൺ, നാളെയാണ് നമ്മുടെ സൈലത്തിൻ്റെ XPL 2.0 എന്നുള്ള ബാച്ച് സ്റ്റാർട്ട് ആവുന്നത്. കുറേ കിഡിലൻ ഫീച്ചേഴ്സ് ഈ ബാച്ചിലുണ്ട്. ഏതൊക്കെയാണെന്നായിരിക്കും നിങ്ങളെല്ലാവരും ആലോചിക്കുന്നത്. അത് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. സോ ഫീച്ചർ നമ്പർ 1, സ്റ്റഡി മെറ്റീരിയൽ. നിങ്ങൾക്കറിയാം 5 മന്ത് ഇനി നമ്മുടെ മുന്നിൽ നീറ്റ് എക്സാമിനുള്ളൂ. സോ നീറ്റ് എക്സാമിനുള്ള പ്രിപ്പറേഷൻ്റെ കാര്യമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു, ക്ലാസ്സുകൾ കൂടുതൽ റെഫർ ചെയ്യുന്നു, മൊഡ്യൂൾ ബേസ് നമ്മൾ പഠിച്ച് മുന്നോട്ടേക്ക് മൂവ് ചെയ്യുന്നു. സോ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് സൈലത്തിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഫീച്ചർ നമ്പർ 2 എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രാഷിൻ്റെ DPP ആണ്. നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രാഷിൻ്റെ DPP, അത് ക്രാഷ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഏപ്രിൽ മാസം നടക്കാൻ പോകുന്ന ക്രാഷിൻ്റെ DPP വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫീച്ചർ നമ്പർ 3 എന്ന് പറഞ്ഞിരിക്കുന്നത് XPL 3.0. XPL 3.0 എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കും, സാർ 2.0 ബാച്ചുകാരല്ലേ ഞങ്ങൾക്ക് എന്താ സാർ 3.0? ജാനുവരി മിഡ് സെഷനിൽ നമ്മൾ XPL 3.0 എന്നുള്ള ബാച്ചും കൂടി സ്റ്റാർട്ട് ചെയ്യും. സോ നിങ്ങൾക്ക് എന്താണ് XPL 2.0 ബാച്ചിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടി 3.0 ബാച്ചിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ആ ബാച്ചിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ XPL 2.0കാർക്ക് ഒരു എക്സ്ക്ലൂസീവ് ഓഫറാണ് എന്ത് 3.0 ബാച്ചിനുള്ള ആക്സസ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഫീച്ചർ നമ്പർ 4, നീറ്റ് എൻഡ് ഗെയിം ബാച്ച്. അതായത് ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു ക്രാഷിൻ്റെ DPP, അതുപോലെ തന്നെ ഏപ്രിൽ മാസം തുടങ്ങാൻ പോകുന്ന ബാച്ചാണ് നീറ്റ് എൻഡ് ഗെയിം ബാച്ച്. അവസാനത്തെ ലാപ്പ്, നമ്മൾ ഏതൊരു റണ്ണിങ് റേസ് നോക്കുകയാണെങ്കിൽ തന്നെ അവസാന ലാപ്പിൽ എങ്ങനെ ചുറ്റുന്നു അതാണ് നമ്മളെ ഫസ്റ്റ് അടുപ്പിക്കുന്ന ഒരു കാര്യം. സോ അവസാന ലാപ്പിലെ പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് നീറ്റ് എൻഡ് ഗെയിം. സോ ഈ XPL 2.0കാർക്കുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ നീറ്റ് എൻഡ് ഗെയിമിനുള്ള ഒരു ആക്സസ് ആണ്. സോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ. അപ്പോൾ നീറ്റ് എൻഡ് ഗെയിമും നിങ്ങൾക്ക് XPL 2.0 ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആവുകയാണ്. കാരണം അത്രയ്ക്കും ഒരു സൈലത്തിൻ്റെ ഒരു എക്സ്ക്ലൂസീവായിട്ട് നിങ്ങൾക്ക് അവസാന മന്തിലെ ലാസ്റ്റ് പ്രിപ്പറേഷനിൽ ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത് നീറ്റ് എൻഡ് ഗെയിം. സോ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഫീച്ചറായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അതിനുശേഷം നമുക്ക് ഓരോ മൊഡ്യൂൾ എക്സാംസ് ആണ്. നിങ്ങൾക്ക് മൊഡ്യൂൾ ബേസ് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു നീറ്റ് പോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത് എന്താണ്, മൊഡ്യൂൾ എക്സാംസ് ആണ്. സോ മൊഡ്യൂൾ എക്സാംസ് 25 ഫിസിക്സ്, 25 കെമിസ്ട്രി, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പ്ലിറ്റ് ചെയ്തിട്ട് 100 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ബയോളജി 50 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എക്സാംസ് മൊഡ്യൂൾ എക്സാംസ് നടക്കും. ആ മൊഡ്യൂൾ എക്സാംസ് ആണ് അതിന് അടുത്ത ഫീച്ചർ. അതിനുശേഷം നിങ്ങൾക്ക് ഇൻഫൈനൈറ്റ് പ്രാക്ടീസ് എന്നുള്ള സൈലത്തിൻ്റെ ആപ്പിലുള്ള ഏറ്റവും എക്സ്ക്ലൂസീവ് ആണ്. വാട്ട് യു മീൻ ബൈ ഇൻഫൈനൈറ്റ് പ്രാക്ടീസ്? എന്താ ഇൻഫൈനൈറ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്കിപ്പോൾ ഒരു ചാപ്റ്റർ അറിയാം, വേറൊരു ചാപ്റ്റർ അറിയാം. അപ്പോൾ നിങ്ങൾ ഫിസിക്സിൽ ഒരു ചാപ്റ്റർ സെലക്ട് ചെയ്യുന്നു, കെമിസ്ട്രിയിൽ ഒരു ചാപ്റ്റർ സെലക്ട് ചെയ്യുന്നു, ബയോളജിയിൽ ഒരു ചാപ്റ്റർ, അതേ ബയോളജി മീൻസ് ബോട്ടണി ഓർ സുവോളജിയിൽ നിന്ന് ഓരോരോ ചാപ്റ്റർ സെലക്ട് ചെയ്യുന്നു. 4 സബ്ജക്റ്റിൽ നിന്നും 4 ചാപ്റ്റർ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഈസി ആണോ, മീഡിയം ആണോ, ഹാർഡ് ആണോ എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് എത്ര ക്വസ്റ്റ്യൻസിൻ്റെ എക്സാം ആണോ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് അത്രയും ക്വസ്റ്റ്യൻസ് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഒരു കിടിലൻ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. ഈസി പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, മീഡിയം പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, ഹാർഡ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻഫൈനൈറ്റ് പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കോണ്ടൻറ്റുകൾ ഡെവലപ്പ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ നിങ്ങൾ ഓർക്കേണ്ടത് AI ഗുരുവാണ്. ഓഫ് കോഴ്സ് പഠിത്തത്തിൻ്റെ സമയത്ത് നമുക്ക് സംശയങ്ങൾ ഒരുപാട് ഉണ്ടാവും. ചില ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങൾ എങ്ങനെ ക്ലിയർ ചെയ്യാം? സൈലത്തിൻ്റെ നെക്സ്റ്റ് എക്സ്ക്ലൂസീവ് ഫീച്ചറാണ് എന്ത്, AI ഗുരു. അതായത് നിങ്ങൾ ആപ്പ് പർച്ചേസ് ചെയ്ത സമയത്ത് നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു AI ഗുരുവിനെ. നിങ്ങൾക്ക് ആ AI ഗുരു ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ഏത് ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഫീച്ചറും കൂടി നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, XPL 2.0 ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളെ കൂടെ ഉണ്ട്. അതിനുശേഷം മോക്ക് ടെസ്റ്റ്, പ്രീ നീറ്റ് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പ്രീ നീറ്റ് മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഈ ഒരു ബാച്ചിലൂടെ ജോയിൻ ചെയ്യുമ്പോൾ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, ദ എക്സ്ക്ലൂസീവ് ആൻഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ സാധനം എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ ഞാൻ പറയും, ബിക്കോസ് GIB. XPL 2.0കാർക്ക് എന്ത് ചെയ്താം, GIB ചെയ്താം, ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. അതായത് 720 നടക്കുന്ന നീറ്റ് മോഡൽ എക്സാമിനെയാണ് നമ്മൾ GIB എന്ന് പറയുന്നത്. സോ ഇത്രയ്ക്കും ഫീച്ചേഴ്സുകളാണ് നിങ്ങൾക്ക് XPL 2.0 എന്നുള്ള ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ എത്തുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും അട്രാക്ഷൻ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? അട്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ബാച്ചിൻ്റെ പ്രൈസാണ്. ഈ ബാച്ചിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ആക്ച്വലി 6000+ GST ആണ്. XMAS25 എന്നുള്ള കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 6000+ GST എന്നുള്ള ഫീസ് റെഡ്യൂസ് ചെയ്തിട്ട് 5400+ GST എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് എത്രയാണ്, ഇത്രയ്ക്കും ഫീച്ചേഴ്സ് ഇനി വരാൻ പോകുന്ന പല പല ബാച്ചുകൾ നിങ്ങൾക്ക് ആക്സസ് കിട്ടുകയും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാനും വേണ്ടി പറ്റും ഈ ഒരു 5 മന്ത് നിങ്ങൾ കറക്റ്റ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു ഇത്രയും ഫീസിൽ നിങ്ങൾക്ക് ഇത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വേറെ എവിടെയും നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് വിത്ത് മെറ്റീരിയൽ ആണെങ്കിൽ ഫീസ് 8000+ GST ആണ്. ബട്ട് യൂസ് ദ കൂപ്പൺ കോഡ്
എന്താ കൂപ്പൺ കോഡ് XMAS25 എന്നുള്ള കൂപ്പൺ കോഡ് നിങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ 7,400 പ്ലസ് GST എന്നുള്ള രീതിയിലേക്ക് ഈ ബാച്ചിൻ്റെ ഫീസ് മാറും. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നോ വേ, ഐ നോ ദാറ്റ്. അതായത് ഈ ഒരു ബാച്ച് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഏർലി പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതൊരു പഠനത്തിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. സോ നാളെ തുടങ്ങുന്ന ഈ ഒരു ബാച്ചിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഏർലി പ്രിപ്പറേഷൻ ആണ് നമ്മുടെ സക്സസിലേക്ക് ലീഡ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്. സോ ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഓൾ ആർ വെൽക്കം. താങ്ക് യു ഓൾ. ബൈ.